എൻ്റെ മോളെന്തിനടിച്ചേ? എൻ്റെ മോളെന്തിനടിച്ചേ? ഷൗക്കത്ത് വീറിൽ ഉപ്പ ചോരട്ടാ പറയട്ടാ. ഏ ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ നേരത്തെ ഇഞ്ചക്ഷൻ വെച്ച് ഒരാൾക്ക് അലർജിൻ്റെ ചെറിയൊരു പ്രശ്നമായിട്ട് വന്നത് ആള് പുറത്തുണ്ട്. ഹാപ്പി ആനിവേഴ്സറി. ഇവള് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഇവളെ പേരില്. അനഘ. ഞാൻ ആ പേര് കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. മൂക്കില്ലേ, മൂക്കിന്റെ അവിടുത്തെ എന്തോ ഒരു സാധനം പൊട്ടിട്ട് ഹോസ്പിറ്റലായിരുന്നു. ആ ഇന്ന് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേയാ? ഹാപ്പി ബർത്ത്ഡേ. അല്ല ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വീഡിയോസിനെ കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. വേറെ ഒന്നുമല്ല, പ്രാങ്കാണ്. പക്ഷെ അതിനവർ വിളിക്കുന്ന പേര് സർപ്രൈസ് എന്നാണ്. ഷോക്കിംഗ് സർപ്രൈസ്. പണ്ടൊക്കെ നമുക്ക് ചുറ്റും ഈ പറഞ്ഞ പോലെ ബേക്കറിയിൽ കേക്കുകൾ ഉണ്ടാവുമായിരുന്നു. പിന്നീട് അത് ഹോം മെയ്ഡ് കേക്ക്സായി. ഇത്തരം ഹോം മെയ്ഡ് കേക്ക്സിനെ പല ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ടാക്കുന്ന ആളുകളോ കേക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരിലേക്ക് മാർക്കറ്റ് ചെയ്യുമായിരുന്നു. ആ മാർക്കറ്റിംഗ് കുറഞ്ഞത് കൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം അവർ കുറച്ച് ഇത്തരം പ്രാങ്ക് ചെയ്യുന്ന ആളുകളായിട്ട് കൊളാബ് ചെയ്ത് സർപ്രൈസ് ചെയ്തിട്ട് കേക്ക് സെല്ല് ചെയ്യുന്നു. ഓക്കെ, നല്ല കാര്യം ഈ പറഞ്ഞതൊക്കെ തന്നെ. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളെ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കരുത് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അതിന് കാരണം വേറൊന്നുമല്ല, ആ കുട്ടികളുടെ പിറന്നാളായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിരിക്കാം. അന്നത്തെ ദിവസം അവർക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമായിരിക്കാം. പക്ഷെ ആ ദിവസം നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സർപ്രൈസിൻ്റെ പേരിൽ സ്പോയിൽ ചെയ്യുന്ന കുറച്ച് സെക്കൻഡ്സ് ഉണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് സെക്കൻഡ്സ് ആയിരിക്കും, പക്ഷേ ആ കുട്ടികളെ സംബന്ധിച്ചിട്ട് അതങ്ങനെയല്ല. അതൊരു വലിയൊരു ട്രോമയാണ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ 4ാം ക്ലാസ് വരെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂളുകളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും പഠിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് മാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ 5ാം ക്ലാസ് മുതലാണ് ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും നല്ലൊരു സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ ഉഴപ്പാൻ തുടങ്ങി. 5ാം ക്ലാസ്സിൽ എൻ്റെ റിസൾട്ടിന് അറിയാൻ വേണ്ടിയിട്ട് ഞാനല്ല പോയിട്ടുണ്ടായിരുന്നത്, അച്ഛനാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അച്ഛൻ എൻ്റെ റിസൾട്ടിന് പോയി തിരിച്ചു വന്നു. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട്. ഇനി ഒരു മാസം കൂടി വെക്കേഷൻ ഉണ്ട്. ഒരു മെയ് 1 ആയിട്ടായിരിക്കും റിസൾട്ട് വരിക. അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അങ്ങനെ ആ സമയത്ത് റിസൾട്ട് അറിഞ്ഞിട്ട് അച്ഛൻ വന്നു. അച്ഛൻ എന്നോട് മിണ്ടുന്നില്ല. ഞാൻ അച്ഛൻ്റെ പിന്നാലെ നടന്നു ജയിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട്. അച്ഛൻ ഭയങ്കര ഇമോഷണലി എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നു. ഇതിനാണോ എന്നെ പഠിപ്പിച്ചത്, ഇനി നമുക്ക് പഠിത്തം വേണ്ട, എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട്. ചെറിയ കുട്ടിയാണ് ഞാൻ, 5ാം ക്ലാസ് പഠിക്കുന്നുള്ളൂ. എനിക്ക് എന്താ പറയുക, ഞാൻ ശ്വാസം മുട്ടി കരയുന്നൊരു സാഹചര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ അനുഭവിച്ചൊരു ആങ്സൈറ്റി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ അച്ഛനെ കുറേ ചീത്ത പറഞ്ഞു, എന്തിനാണ് കുട്ടീനെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്, എന്താ കാര്യം. അവസാനം അച്ഛൻ പറഞ്ഞു ജയിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എന്തായാലും അന്ന് എൻ്റെ ഗ്രേഡോ എൻ്റെ മാർക്കോ ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ജസ്റ്റ് ഒരു ഫണ്ണായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരിക്കാം. ഈവൻ ഞാൻ എൻ്റെ മോനോട് പോലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തമാശകൾ ചെയ്യാറുണ്ട്. അന്ന് അച്ഛനെ സംബന്ധിച്ചിട്ട് അതൊരു ചെറിയ തമാശയായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് അതൊരു ചെറിയ തമാശയായിരുന്നില്ല. മറ്റൊരു വിഷയം, എൻ്റെ വീട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ വളരെ ദാരിദ്ര്യത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോയിരുന്ന സമയത്ത് ജനൽപ്പൊളികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ വീട്ടിലെ ഡൈനിങ് സ്പേസിലിരുന്ന് എൻ്റെ ചേച്ചി പഠിക്കുകയാണ്. അപ്പോൾ രാത്രി പുറത്തേക്ക് പോയിട്ട് വരികയാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ ശബ്ദം ഉണ്ടാക്കാതെ വന്നിട്ട് മെല്ലെ എൻ്റെ ചേച്ചീനെ ജനലിലൂടെ കേട്ടിട്ട് തോണ്ടി. ജസ്റ്റ് ഒരു ഫണ്ണാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ ചേച്ചി ഇങ്ങനെ വിറച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പേടിച്ചിട്ട് ഇങ്ങനെ വിറച്ചു. അപ്പോഴും അമ്മ അച്ഛനെ ചീത്ത പറഞ്ഞു. അച്ഛൻ ഇതൊരു ഫണ്ണല്ലേ എന്ന് പറയുകയും ചെയ്തു. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചിലപ്പോൾ ഞങ്ങൾ ഓർക്കാത്ത വിഷയങ്ങളായിരിക്കാം. പക്ഷേ ഇപ്പോഴും ഈ മൊമെൻറ്റിലും അന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചേച്ചീനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്കും ആ ഒരു ടെൻഷൻ അനുഭവിക്കാൻ പറ്റുന്നുണ്ടാവും. സോ നിങ്ങൾ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു കുട്ടിയെടുത്ത് ചെന്നിട്ട് നീ എൻ്റെ കുട്ടീനെ തല്ലിയില്ലേ, കേസായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട്. ശരിയാണ്,
നിങ്ങൾ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളിത് പറയുന്നുണ്ടാവുക. എന്തായാലും ഒരു ഫാമിലിയിലേക്ക് നിങ്ങൾ സർപ്രൈസിന് വേണ്ടി പോകുമ്പോൾ ആ ഫാമിലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും, അവരുടെ സാഹചര്യങ്ങൾ എന്താണ്, എന്നാലല്ലേ നിങ്ങൾക്കൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കുട്ടിക്ക് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടോ എന്ന് കൂടി നിങ്ങളൊന്ന് അന്വേഷിക്കണം. കാരണം ഒരുപക്ഷെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ അറിവിൽ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ പ്രാങ്ക് ചെയ്തിരുന്ന സമയത്ത് പേഴ്സ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റിൽ ഒരാളെ പ്രാങ്ക് ചെയ്യണം. എന്നിട്ട് അവസാനം ബ്രോ ഇതൊരു പ്രാങ്കാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ പറയുന്ന വ്യക്തിനെ ഒരു കൂട്ടം ആളുകൾ പേഴ്സ് മോഷ്ടിച്ചതിൻ്റെ പേരിൽ ക്രൂശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തി അത് കംപ്ലീറ്റ് ആവാതെ പോയിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി കാരണം നാട്ടിൽ മുഴുവൻ മോഷ്ടാവ് എന്ന് പറയുന്ന പേര് സ്റ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എനിക്കറിയാം. സോ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രാങ്ക് മുഴുവനായിട്ട് ഒരാൾ കാണുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല. സോ നിങ്ങൾ ഒരാളെ കുറ്റമായിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഒരു നേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇഞ്ചക്ഷൻ കൊടുത്തതിന് റിയാക്ഷൻ വന്നിട്ടുണ്ട്, രോഗി പെടയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നേഴ്സ് പേടിക്കുകയാണ്. ആ സമയത്താണ് പറഞ്ഞത് ഇത് ഗൾഫിൽ നിന്നും നിങ്ങളുടെ ഭർത്താവ് അയച്ചിട്ടുള്ള കേക്കാണ് സർപ്രൈസ് എന്ന് പറയുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ ശരിയാണ്, ആ ടെൻഷൻ അവർക്ക് മാറി. ബട്ട് ആ ഒരാൾക്കൊരു മൊമെൻറ്റിൽ ഹൃദയമാണ് അതാണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാങ്കും നിങ്ങളുടെ സർപ്രൈസും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് മിടിക്കില്ല. സോ ഇത്തരം തമാശകൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുകയാണ്. ഞാനാണെങ്കിൽ ഉറപ്പാണ് ഇടിച്ചിട്ട് ഞാൻ മൂക്ക് കൂട്ടിക്കും. കാരണം എനിക്ക് അത്രയും ടെൻഷൻ തന്നിട്ട് ബ്രോ ഇതൊരു സർപ്രൈസ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ മൊത്തം ടെമ്പറേ മാറും. എനിക്ക് തോന്നുന്ന ഒരു വലിയ ശതമാനം ആളുകളും അങ്ങനെയായിരിക്കും. മേ ബി നമ്മൾ ഗാഗ്സ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാംസ് പണ്ടുണ്ടായിരുന്നു പോഗോ ചാനലിൽ. അതിൽ ചെറിയ പാമ്പിനൊക്കെ ഇട്ടുകയറുന്നു, പേടിപ്പിക്കുന്നു. അത്തരം സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ഞെട്ടുകയുള്ളൂ. മീൻസ് ഫോബിയൊക്കെ ഉള്ള ആളുകൾ പേടിക്കും, ശരിയാണ്. പക്ഷേ അതൊരു വലിയ ശതമാനം ആളുകൾക്കും ജസ്റ്റ് ഫോർ ഫൺ അവർ ഓടി രക്ഷപ്പെടും. പിന്നെ ഫേർട്ട് ചെയ്യുന്ന ശബ്ദം കാണിച്ചിട്ട് കളിയാക്കുക, ഓക്കെ, നോ ഇഷ്യൂസ്, അതൊക്കെ പ്രാങ്കിൻ്റെ ഭാഗത്തിൽ പെടാം. പക്ഷേ നിങ്ങൾ കുട്ടികളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. കാരണം അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് വളർന്നു വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു അഭിപ്രായം എനിക്ക് കാരണം ഒരു വീഡിയോ കണ്ടിന്യൂസ്ലി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫീഡിലേക്ക് അത്തരത്തിലുള്ള വീഡിയോസ് വരുമല്ലോ. സോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഈ വീഡിയോസൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ്. അതിലൊക്കെ ചെറിയ കുട്ടികൾ അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ മുഴുവൻ അവർ ഇൻസൾട്ടഡ് ആവുന്നു. സോ ഇറ്റ്സ് റിയലി ബാഡ്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇതേ അഭിപ്രായം കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക.